سيد الآخرين اللهم صل على النبي سيدنا محمد إمام المتقين ورسول رب العالمين صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد قال نبينا وحبيبنا محمد صلى الله عليه وسلم ما من مسلم يلتقيان فيتصافحان إلا غفر الله لهما قبل أن يتفرقا صدق رسول الله صلى الله عليه وسلم ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മാമിൻ മുസ്ലിമിൻ യൽതഖിയാനി രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയാണ് ഫയതസാഫഹാനി അവർ പരസ്പരം സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുകയാണ്. മുസാഫഹത്ത് എന്ന വേർഡ് മീനിങ് തന്നെ മുസാഫഹ സ്വാഫഹ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ചെയ്യുന്നതിനെ പറയാം. ഖാത്തല എന്ന് പറഞ്ഞാൽ പരസ്പരം തല്ലുകൊടുക്കുക. അപ്പൊ സ്വാഫഹ എന്ന് പറഞ്ഞാൽ പരസ്പരം കൈകോർക്കുക. അങ്ങനെ രണ്ടുപേര് ഫയതസാഫഹാനി രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, കൈ കൊടുത്തു, മുസാഫഹത്ത് നടത്തി. ഇല്ലാ ഗഫറ അല്ലാഹു ലഹുമാ ഖബ്ല അൻ യതഫറഖാ അങ്ങനെ അവർ സലാം പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് മുസാഫഹത്ത് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവർ പിരിയുന്നതിന് മുമ്പ് അല്ലാഹു അവരുടെ ചെറുപാപങ്ങൾ പൊറുക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സലാമിന്റെ മാധുര്യം നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ സല്യൂട്ടേഷൻ നമ്മൾ അതിന്റെ ശാസ്ത്രീയ വശം നോക്കുകയാണെങ്കിൽ ഇപ്പോ ശാസ്ത്രമൊക്കെ പറയുമ്പോൾ വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ വ്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. പാശ്ചാത്യ സംസ്കാരങ്ങൾ എന്താ? പാശ്ചാത്യ സംസ്കാരം രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും അല്ലെ, ഉച്ച കഴിയാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം, വൈകുന്നേരം ആകുമ്പോൾ ഗുഡ് ഈവനിങ് പറയാം, രാത്രിയാകുമ്പോൾ ഗുഡ് നൈറ്റ്, അതോടെ കഴിഞ്ഞു. ഇങ്ങനെ പല സമയങ്ങളിൽ പല അഭിവാദ്യങ്ങളാണ് വെസ്റ്റേൺ കൾച്ചർ ആയിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു അഭിവാദ്യം അത് കാലാതീതമാണ്, കാലങ്ങൾക്ക് അതീതമായതാണ്. ഏത് സമയത്തും പരിശുദ്ധമായ ഇസ്ലാമിന് ഒറ്റ സുന്ദരമായ അഭിവാദ്യമാണ്. എന്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നതിന്റെ അർത്ഥം? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണ കടാക്ഷം സദാ വർഷിക്കട്ടെ, ഉണ്ടാവട്ടെ എന്നല്ലേ? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിന്റെ ഒരു ശാസ്ത്രീയ വശം നോക്കുകയാണെങ്കിൽ ഇപ്പോ ഈ വെസ്റ്റേൺ കൾച്ചർ, ഈ അമേരിക്ക, ഈ ഇംഗ്ലീഷ് രീതിയിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഒരു റിലേറ്റീവ്, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ, നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്, ആരോ ആയിക്കോട്ടെ, നമുക്ക് ബന്ധമുള്ള ഒരാൾ, നമ്മളിപ്പോ ഇവിടെ സുബഹിയോട് അടുത്ത് മോർണിംഗ് ടൈമിലേക്ക് പ്രഭാത സമയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പറഞ്ഞ ഫ്രണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളോ ഒരു ബന്ധു അങ്ങ് വെസ്റ്റേൺ കൺട്രിയിൽ നിന്ന് അമേരിക്കയിലോ യുകെയിലോ ഇറ്റലിയിലോ ഇംഗ്ലണ്ടിലോ എവിടെയോ ആയിക്കോട്ടെ, അവരവിടെ ഉണ്ട്. നമ്മൾ ഇപ്പൊ ഇവിടുന്ന് ഫോൺ വിളിക്കാൻ നമ്മൾ എന്താ പറയാ? ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ? അവിടെ ഗുഡ് നൈറ്റ് ടൈമാണ്, അവിടെ രാത്രി സമയം അല്ലെ? ഇനി അവിടുത്തെ രാത്രിയിലെ രീതിയിൽ നമ്മളിവിടെ ഗുഡ് നൈറ്റ് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവർ കേൾക്കുന്നവർ വിചാരിക്കില്ല ഇയാൾക്ക് ഇതെന്ത് പറ്റിയെന്ന്. അപ്പൊ ശാസ്ത്രീയമായിട്ട് ഈ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ വെസ്റ്റേൺ സല്യൂട്ടേഷൻ അത് മാച്ച് ആയതല്ല, ശാസ്ത്രീയമായിട്ട് അത് യോജിച്ചതല്ല. മറിച്ച് ഇസ്ലാമിന്റെ സുന്ദരമായ അഭിവാദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുള്ളത് കാലാതീതമാണ്. ഏത് സമയത്തും ആരോടും എപ്പോഴും ഒരേ രീതിയാണ്. അതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സലാമിന്റെ ഒരു പ്രത്യേകത, ശാസ്ത്രീയമായിട്ടുള്ള ഒരു സാധ്യത പറഞ്ഞതാണ്. മാത്രമല്ല, നമ്മൾ മുസാഫഹ നടത്തുമ്പോൾ കൈ കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. കൈയിന്റെ ഈ ഭാഗം ശാസ്ത്രീയമായിട്ട് പറയുന്നത് കൂടുതൽ സെൻസിറ്റീവ് എന്നാണ്. അതായത് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ കയ്യോറ ഇട്ടിട്ട് ഒരു സാധനം പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധനം എന്താന്ന് മനസ്സിലാവില്ല. പക്ഷെ കയ്യോറ ഊരിയിട്ട് നമ്മളൊരു സാധനം പിടിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ സാധനം എന്നുള്ളത്. അത് ആ ഒരു സെൻസേഷൻ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഈ കയ്യിന്റെ ഈ ഉൾഭാഗത്ത് നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. സലാം പറയുമ്പോ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അഫ്ശു സലാമ ബൈനക്കും അലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പരസ്പരം ഇടയിൽ ഇഷ്ടമുണ്ടാകാൻ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് അതേ എന്ന് പറഞ്ഞു. ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞത് എന്താ? അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക, സലാമിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സലാം പറയുമ്പോൾ സ്നേഹം കൂടും.
അത് പരസ്പരം മുസാഫഹത്തോട് ചെയ്യുമ്പോൾ ബ്രെയിനുമായിട്ടുള്ള കണക്ഷനാണ്. അല്ലെ, ചിലവര് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോൾ ചിലവരുടെ ഒരു പിടുത്തം, ഒരു പ്രത്യേക പിടുത്തം, അതിലേക്ക് നമുക്ക് അവരോടുള്ള ഇഷ്ടം കൂടും. അതിന്റെ ഒരു സെൻസേഷൻ ഉണ്ടാകുന്നത് ഈ മുസാഫഹത്തിലൂടെയാണ്. അതുകൊണ്ട് സലാം നമ്മൾ വ്യാപിപ്പിക്കുക. അത് നമ്മുടെ സ്നേഹം വർദ്ധിക്കാനും നമ്മൾ പരസ്പരമുള്ള ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാനുമുള്ള വലിയൊരു കാര്യമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ പോകുമ്പോഴും പരസ്പരം കാണുമ്പോഴും സലാം പറയുക. മുസാഫഹത്ത് ചെയ്യാൻ കഴിയുന്ന അവസരമാണെങ്കിൽ മുസാഫഹത്തും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നാം ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ സവാബുകൾ നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, നമ്മുടെ മഹലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഹദറാത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു പരിപൂർണമായ സ്വർഗീയമായ ആരാമമാക്കി കൊടുക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശിഷ്ടകാല ജീവിതം പരിപൂർണമായ സന്തോഷത്തോടെ റാഹത്തോടെ ഉള്ളതാക്കി തരട്ടെ. ഏത് അവസ്ഥയിലാണെങ്കിലും ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്കും കൂട്ടുകുടുംബാദികൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.